Maglesi. Today we are going to learn some important questions from the chapter Language of Birds. Okay. So LSS ഒക്കെ ഇങ്ങ് പറന്ന് വത്തി എന്ത് ചെയ്ത് നമ്മൾ ഇങ്ങ് എടുത്ത് എത്തിയല്ലേ. ഓക്കെ, അപ്പൊ നോക്ക് നമുക്ക് ഇനി എന്തില്ല, ടൈം വേസ്റ്റ് ചെയ്യാനില്ല. അതുകൊണ്ട് ഞാനും കൂടുതൽ എന്ത് ചെയ്യുന്നില്ല മിസ്, കഥ ഒന്നും പറഞ്ഞു നിൽക്കുന്നില്ല. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പോകണം, ഡിസ്കസ് ചെയ്യാൻ പോകണം. ഫസ്റ്റ് വൺ ഹിയർ ഐ ഹാവ് എ റിട്ടൽ ക്വസ്റ്റ്യൻ ഫോർ യു പീപ്പിൾ. നോക്കൂ, ഇവിടെ എന്താ മിസ് കൊണ്ടുവന്ന ചുവന്ന് തൊടുത്ത ഒരു ആപ്പിളാണ്. ആക്ച്വലി ഞാൻ ചിത്രം വെക്കരുതായിരുന്നു, പക്ഷെ ഞാൻ ചിത്രം വെച്ചത് നിങ്ങൾക്ക് ഒരു സന്തോഷമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. നോക്ക്, നിങ്ങൾ റെഡ് ആപ്പിളിന്റെ കളർ നമ്മൾ കറക്റ്റ് മെൻഷൻ ചെയ്യണം. റിഡിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. നോക്ക്, റൗണ്ട് ആപ്പിൾ നമുക്കറിയാം റൗണ്ട് ആണ് ഷേപ്പ്. ഇവിടെ ഒരു കയറ്റുമരക്കൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ എപ്പോഴും എന്താ റൗണ്ട് എന്താണ് പറയാം. ആൻഡ് എന്താണ് ഇതിന്റെ ടേസ്റ്റ്, ആപ്പിൾ എപ്പോഴും എന്താണ് മുന്തിരി പോലെയല്ല, പുളി ഉണ്ടാവില്ല, ഒരു തരത്തിലുള്ള ഒരു മധുരമാണ്. സോ ഇറ്റ് ഈസ് സ്വീറ്റ് ആൻഡ് ജ്യൂസി ആപ്പിൾ. ഓക്കെ, അതിന്റെ ഒരു ക്വാളിറ്റി നമ്മൾ പറഞ്ഞു അല്ലെ, ജ്യൂസി ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു, സ്വീറ്റ് ആണ്. അപ്പൊ അതിന്റെ എല്ലാ ഫീച്ചേഴ്സും പറഞ്ഞു, നമ്മളിതിന്റെ നിറം പറഞ്ഞു, നമ്മളതിന്റെ ഷേപ്പ് പറഞ്ഞു, നമ്മളുടെ ടേസ്റ്റ് പറഞ്ഞു. ഇതേപോലെ നിങ്ങളും എഴുതാൻ പഠിക്കണം. ഒരു വസ്തുവിനെ നിങ്ങൾ എന്തിനാണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഫീച്ചേഴ്സ് പറയാൻ ശ്രമിക്കണം, അതിന്റെ ക്വാളിറ്റി പറയാൻ ശ്രമിക്കണം, അതിന്റെ ടേസ്റ്റ് പറയാൻ ശ്രമിക്കണം ഭക്ഷണമാണെങ്കിൽ. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്ക്. നിങ്ങൾ ലഡു ആണോ, എന്റെ ഡ്രസ്സും എന്റെ മഞ്ഞ ലഡു മഞ്ഞ ഡ്രസ്സ് അല്ലെ. നോക്ക്, ലഡുവിന് നമ്മൾ എന്ത് പറയാം, ലഡു ഓൾസോ എ ഫുഡ്, റൈറ്റ്? അതൊരു ഭക്ഷണമാണ്. അപ്പൊ ആക്ച്വലി നോക്ക്, സ്നാക്സ് ആണ്, സ്വീറ്റ് ആണ്, ഫുഡ് അല്ല, സ്വീറ്റ് ഫുഡ്, ഭക്ഷണം സ്വീറ്റ്. എന്റെ ഫുൾ കൺഫ്യൂഷൻ ആവില്ല ഇങ്ങനെ പറഞ്ഞ, സ്വീറ്റ് ആണ് അല്ലെ, മധുര പലഹാരമാണ്. ഓക്കെ, ഇവിടെ നോക്കുക, അതിന്റെ കളർ എന്താണ്, ഇറ്റ് ഈസ് യെല്ലോ ഇൻ കളർ. സോ നമ്മൾ അതിന്റെ കളർ മെൻഷൻ ചെയ്തു. ഇനി അടുത്തത് അതിന്റെ ഷേപ്പ് എന്താണ്, റൗണ്ട് ആണ്. ലഡു എന്താണ്, റൗണ്ട് ഇൻ ഷേപ്പ് ആണ്. ആൻഡ് ദ തേർഡ് വൺ, ഇറ്റ് ഈസ് ടേസ്റ്റി. ലഡു ഭയങ്കര ടേസ്റ്റി ആണ് അല്ലെ. ലഡു ഒരിക്കലും എന്തല്ല, ടേസ്റ്റ് ഇല്ലാത്ത സാധനമല്ല, സ്വീറ്റ് ആണ്, ഒരിക്കലും സ്പൈസി അല്ല. ഇറ്റ് ഈസ് ഓൾവേസ് എന്താണ്, സ്വീറ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇതിന്റെ 4 ഫീച്ചേഴ്സ് ഇവിടെ പറഞ്ഞു. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എഴുതാൻ പഠിക്കേണ്ടത്. അടുത്ത നോക്കൂ, വളരെ സുന്ദരനായ ഒരു പെൻസിലാണ്. ഈ പെൻസിൽ നമുക്ക് എങ്ങനെ എഴുതാം, ലോങ് പെൻസിലാണ്. ആൻഡ് ഇറ്റ് ഇസ് എ thin pencil, a sharp pencil, a hard pencil അല്ലെ. വളരെ ഹാർഡ് ആണ്, ഇറ്റ് ഈസ് വെരി ഷാർപ്പ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് തിൻ ആണ്. ആൻഡ് ലോങ്, ഭയങ്കര നീളമുള്ള പെൻസിലാണ്. അടുത്ത് നോക്കിയേ നിങ്ങൾ, നമ്മളിവിടെ ഫൈൻഡ് ദ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്താണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം, നമ്മൾ ഡെഫിനിഷൻ കൊടുക്കണം, നമ്മൾ അതിനൊന്ന് വർണ്ണിച്ച് പറയണം. ഓക്കെ, നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളൊന്നുമല്ല. നോക്ക്, മെർച്ചന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ലാംഗ്വേജ് ഓഫ് പേഴ്സൺ മെർച്ചന്റ് എന്താണ്, വളരെ ക്രൂരനായിട്ടുള്ള മനുഷ്യനാണ്. ഇവാൻ വളരെ ബ്രൈറ്റ് ആണ്, ബുദ്ധിമാനായ കുട്ടിയാണ്. അവർ ബ്രേവ് ആണ്, ധൈര്യശാലിയാണ്. സോങ്, നമ്മുടെ നെയ്ത്തിങ്കിൽ പാടുന്ന സോങ് എന്താണ്, ഇറ്റ് ഈസ് വെരി സ്വീറ്റ് അല്ലെ, ഭയങ്കര സ്വീറ്റ് സോങ് ആണ്. അടുത്ത് നോക്ക്, നിങ്ങൾ വർക്ക് ആണ്. വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രവൃത്തി. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ്, ഇവാന്റെ വർക്കിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഇവാൻ വാസ് എന്താണ്, ഓൾവേസ് വർക്കിംഗ് ഹാർഡ് അല്ലെ, ഹാർഡ് വർക്കിംഗ് ആയിരുന്നു ആര്, നമ്മുടെ ഇവാൻ. അടുത്ത് നോക്ക്, ട്രീ ആണ്. നമുക്ക് എന്ത് എഴുതാം ഇവിടെ, നമുക്ക് ടോൾ ട്രീ എന്ന് എഴുതാം. വലിയൊരു മരത്തിന്റെ മേലെയായിരുന്നു എന്ത്, കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നത്. നെസ്റ്റ് ഉണ്ട്. നെസ്റ്റ് എന്താണ്, നമുക്കറിയാം നെസ്റ്റ് ആരുടേതാണ്, നെസ്റ്റ് ബേർഡ്സിന്റെ ആണല്ലേ. ഇവാന് രക്ഷിച്ച പക്ഷി കുഞ്ഞുങ്ങളുടെ കൂടായിരുന്നു. വോയിസ് ഉണ്ട്. വോയിസ് നമുക്ക് എന്ത് ചെയ്യാം, സ്വീറ്റ് വോയിസ് ആയിരുന്നു അല്ലെ. മെലോഡിക്കൽ എന്താണ്, മെലാൻകലി എന്ന് പറയുന്നുണ്ട്, അത് വേണ്ട, സ്വീറ്റ് വോയിസ് എന്ന് എഴുതാം. ഷിപ്പ് ഉണ്ട്. നമുക്കറിയാം എന്ത് എഴുതാം, ഷിപ്പ് സെയിലിംഗ് എന്ന് എഴുതാം. കാരണം എന്താണ്, എന്താ പറയാ, കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കപ്പലായിരുന്നു. അതിലേക്കാണ് ക്യാപ്റ്റൻ എന്ത് ചെയ്തത്, ഇവാനെ രക്ഷിച്ച് കയറ്റിയത് അല്ലെ. വെയ്സ് എന്താണ്, നമുക്കറിയാം ഹ്യൂജ് വെയ്സ് എന്ന് നമുക്കറിയാം അല്ലെ. ടോള്, ഹെവിയോ, ഹ്യൂജ് വെയ്സ് എന്ന് നമുക്ക് പറയാം, കാരണം ശക്തമായിട്ടുള്ള സ്റ്റോം ആയിരുന്നു അവിടെ. അപ്പൊ ഇതേപോലെ നമ്മുടെ പാഠത്തിലെ ഓരോ വാക്കുകൾ ചോദിച്ചാലും we had to give the explanation, we should be able to describe the words. Okay, നമ്മൾ ഈ വാക്കുകൾക്ക് മാച്ച് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ഈ വാക്കിനോട് ഒരു പൊരുത്തം തോന്നുന്ന എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം. ഓക്കെ അല്ലേ. അപ്പൊ മിസ് ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ അല്ലേ. സോ മിസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്തിട്ടുള്ളത്. ഈ 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്ന് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണ്, ആൻഡ് അതർ വൺ ഇറ്റ് ഇസ് റിഡിൽ റൈറ്റിംഗ് ആണ്. റിഡിലും ഇമ്പോർട്ടന്റ് ആണ്, ഈ പറയുന്ന ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്താണ്, ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ഗൈസ്, ഇറ്റ്സ് ടൈം ടു സ്റ്റോപ്പ് ഹിയർ. Thank you so much for being here. Bye guys.